3 വർഷത്തോളമായി ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എന്തുമാത്രം തുകയാണ് എനിക്ക് യൂട്യൂബ് ചാനലിൽ നിന്ന് വരുമാനമായിട്ട് ലഭിക്കുന്നത്, മറ്റ് സ്രോതസ്സുകളിൽ നിന്നൊക്കെ എന്തൊക്കെ വരുമാനങ്ങൾ എനിക്ക് ലഭിക്കുന്നു തുടങ്ങിയ യൂട്യൂബ് ഇൻകവുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളുമാണ് ഇന്ന് ഈ വീഡിയോയിൽ. യൂട്യൂബിന്റെ പോളിസീസും ഗൈഡ് ലൈൻസും ഫോളോ ചെയ്യുന്നതും നല്ല കണ്ടന്റുമുള്ള ഒരു യൂട്യൂബ് ചാനലിന് മറ്റ് ഏത് ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തെക്കാട്ടും കൂടുതൽ സമ്പാദിക്കാൻ സാധിക്കും. യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം യൂട്യൂബ് നൽകുന്നതിന് പുറമെ മറ്റ് കമ്പനികളുടെ അഡ്വർടൈസ്മെന്റ്, അതുപോലെ റഫറൽസ്, ഇങ്ങനെയാണ് യൂട്യൂബ് ചാനലിൽ നിന്ന് വരുമാനം ലഭിക്കുന്നത്. യൂട്യൂബ് മാത്രമല്ല വരുമാനം നൽകുന്നത്, മറ്റ് കമ്പനികൾ, അതുപോലെ മറ്റ് പെയ്ഡ് പ്രൊമോഷൻ തുടങ്ങിയ അനേകം സോഴ്സുകളിൽ നിന്ന് നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം ലഭിക്കുന്നതാണ്. എന്നെ സംബന്ധിച്ചാണെങ്കിൽ എനിക്കൊരു ചെറിയ ജോലിയുണ്ട്. ആ ജോലി ചെയ്തു വരുന്ന സമയത്തിന് ശേഷമാണ് ഞാൻ യൂട്യൂബ് വീഡിയോ ചെയ്യാറുള്ളത്. ഒരു കണ്ടന്റ് എനിക്ക് കിട്ടി, ഒരു ഐഡിയ, ഒരു കണ്ടന്റിനെ കുറിച്ച് കിട്ടി. ആ കണ്ടന്റിനെ കുറിച്ച് ഞാൻ പഠിച്ചതിന് ശേഷം ഒരു പേപ്പറിൽ എഴുതി അതിന്റെ ഒരു കണ്ടന്റ് തയ്യാറാക്കും. അത് പലതവണ ഞാൻ അത് വായിച്ച് മനസ്സിലാക്കി അതിനൊരു ക്ലാരിറ്റി ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ഞാൻ ക്യാമറയ്ക്ക് ഫ്രണ്ടിൽ വന്നിരുന്ന ഒരു വീഡിയോ എടുക്കുന്നത്. വീഡിയോ എടുത്തതിന് ശേഷം അതിന്റെ എഡിറ്റിങ്ങും മറ്റ് ഗ്രാഫിക്സും ആനിമേഷനും ഒക്കെ ആഡ് ചെയ്യുന്നത് കുറച്ച് സമയം എടുക്കും. ഒരു 10 മിനിറ്റിൽ താഴെയുള്ള വീഡിയോ ആണെങ്കിൽ കൂടി നമുക്ക് 4 മുതൽ 5 മണിക്കൂർ വരെയൊക്കെ ഈ യൂട്യൂബ് വീഡിയോ തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് എടുക്കും എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. യൂട്യൂബ് ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ വ്യൂസോ അല്ലെങ്കിൽ സബ്സ്ക്രൈബിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല നമുക്ക് യൂട്യൂബ് വരുമാനം ലഭ്യമാക്കുന്നത്. വാച്ച് ടൈമിന്റെ അതുപോലെ ആ കണ്ടന്റിന്റെ അടിസ്ഥാനത്തിലാണ് യൂട്യൂബ് വരുമാനം നൽകുന്നത്. ചില കണ്ടന്റുകൾക്ക് കൂടുതൽ വരുമാനം ലഭിക്കും, എന്നാൽ ചില കണ്ടന്റുകൾക്ക് എത്ര വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഉണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള വരുമാനം ലഭ്യമാകുന്നുള്ളൂ. എനിക്ക് പല യൂട്യൂബേഴ്സിനെ അറിയാം, 20,000, 80,000, 1 ലക്ഷത്തിന് മേളിലൊക്കെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനൽ. അവർക്കൊക്കെ ഒരു മാസം 10,000, 20,000 രൂപ താഴെ മാത്രമേ വരുമാനം ലഭിക്കുന്നുള്ളൂ. എന്നാൽ ചില യൂട്യൂബേഴ്സ് ഉണ്ട്, ഒരു 30,000 താഴെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ ഒരു മാസം അവർക്ക് 50,000, 60,000 രൂപയ്ക്ക് വരുമാനം ലഭിക്കുന്ന പല യൂട്യൂബേഴ്സും ഉണ്ടെന്ന് തന്നെ പറയാം. ഇപ്പൊ എന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഞാനിപ്പോ നിങ്ങളെ ലൈവായിട്ട് കാണിക്കാം എന്തുമാത്രം യൂട്യൂബിൽ നിന്ന് വരുമാനം ലഭിക്കുന്നുണ്ടത്. ഏകദേശം 70,000-നും 1 ലക്ഷത്തിനും ഇടയിലുള്ള ഒരു എമൗണ്ട് ആണ് എനിക്ക് യൂട്യൂബ് ചാനലിൽ നിന്ന് വരുമാനമായിട്ട് ലഭിക്കുന്നത്. അത് ലൈവായിട്ട് നിങ്ങളെ കാണിക്കാം. അപ്പൊ യൂട്യൂബ് ചാനൽ ഡയറക്റ്റ് തരുന്നതല്ല, യൂട്യൂബ് ചാനൽ മുഖാന്തരം മറ്റ് അഡ്വർടൈസ്മെന്റ്, റെഫറൻസ് തുടങ്ങിയവ ഉപയോഗിച്ചാണ് എനിക്ക് ഇത്രയും ഒരു എമൗണ്ട് നൽകുന്നത്. അത് ഓരോ മാസവും നമുക്ക് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഇതാണ് YT സ്റ്റുഡിയോ എന്ന് പറയുന്നത്. യൂട്യൂബിൽ കണ്ടന്റ്സ് അപ്ലോഡ് ചെയ്യുന്ന അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് YT സ്റ്റുഡിയോ. ഇവിടാണ് എന്തുമാത്രം സബ്സ്ക്രൈബേഴ്സ്, അതുപോലെ വ്യൂസ്, അതുപോലെ വാച്ച് ടൈം, അതുപോലെ റവന്യൂ എത്ര രൂപയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് തുടങ്ങിയ ആ യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. റവന്യൂ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യാം. റവന്യൂ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റവന്യൂ കാണുവാൻ സാധിക്കും. കഴിഞ്ഞ മാസത്തെയാണ് ഈ മാസം ലഭ്യമാകുന്നത്. എനിക്ക് ഡിസംബർ മാസത്തെയാണ് ജനുവരി കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഡിസംബർ മാസത്തിൽ, അത് 2023 ഡിസംബർ മാസം എന്റെ വരുമാനം എന്ന് പറയുന്നത് യൂട്യൂബ് എനിക്ക് തരുന്നേക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. 41,768.97 രൂപയാണ് എനിക്ക് യൂട്യൂബ് തന്നത്. ഓക്കെ, യൂട്യൂബ് മാത്രം തന്ന എമൗണ്ട് ആണ് ഇത് എനിക്കിപ്പം കാണാൻ സാധിക്കുന്നത്. അതിന് പുറമെ മറ്റൊരു യൂറോപ്പ് ബേസ്ഡ് കമ്പനിയുമായിട്ട് എനിക്കൊരു എഗ്രിമെന്റ് ഉണ്ട്. ആ എഗ്രിമെന്റ് പ്രകാരം കമ്മീഷൻസ് എനിക്ക് ലഭിക്കുന്നുണ്ട്. അത് ഓരോ മാസവും 30,000-ന് അടുത്തുള്ളൊരു രൂപയാണ് എനിക്ക് കമ്മീഷനായിട്ട് ലഭ്യമാകുന്നത്. അത് നിങ്ങൾക്ക് കാണിക്കാം. സ്ക്രിൽ എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, ഇന്റർനാഷണൽ ട്രാൻസാക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് സ്ക്രിൽ എന്ന അക്കൗണ്ട്. സ്ക്രിൽ എന്നുള്ള അക്കൗണ്ട് വഴി എനിക്ക് ലഭ്യമായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 21,261 രൂപയാണ്. എല്ലാ മാസവും ഇതിലും കൂടുതൽ എമൗണ്ട് ആയിരുന്നു എനിക്ക് ഇങ്ങനെ കിട്ടാറുള്ളത്. പക്ഷെ എനിക്ക് ഈ പ്രാവശ്യം അത് കുറവാണ്. മറ്റ് സമയങ്ങളിൽ ഇതിലും കൂടുതൽ ലഭിക്കാറുണ്ട്. ഓക്കെ, പിന്നെ റെഫറൻസ് പോലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് എനിക്ക് ഏകദേശം ഒരു 15-16 രൂപ എനിക്ക് കഴിഞ്ഞ മാസം കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം എനിക്ക് ടോട്ടൽ യൂട്യൂബ് മുഖേന്തരം എനിക്ക് ലഭ്യമായത് ഏകദേശം 79,000-ന് അടുത്ത് രൂപയാണ് എനിക്ക് കഴിഞ്ഞ തവണ ലഭ്യമായത്. ഇത് കൂടിയും കുറഞ്ഞും ഇരിക്കും. ഓരോ മാസം ചില സമയത്ത് ഇതിലും കൂടുതൽ ലഭിക്കും, ചില സമയത്ത് ഇതിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാകും. വലിയ രീതിയിലുള്ള ഒരു എമൗണ്ട് എനിക്ക് കുറഞ്ഞിട്ടില്ല. അപ്പം അത്യാവശ്യം നല്ലൊരു യൂട്യൂബ് കണ്ടന്റ് അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ നിന്ന് നടത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ മറ്റേതൊരു ജോലിയിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും വരുമാനം ഒരു മാസം നിങ്ങൾക്ക് ലഭ്യമാകും. ഈ തുക എല്ലാ മാസവും 25-നുള്ളിൽ എന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകും. ഇത്ര ട്രാൻസ്പെറൻസി ആയിട്ട് വരുമാനം ലഭിക്കുന്ന മറ്റൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഇല്ലെന്ന് തന്നെ പറയാൻ സാധിക്കും. യൂട്യൂബിന്റെ പോളിസി അനുസരിച്ച് 4,000 വാച്ച് അവറും അതുപോലെ തന്നെ 1,000 മിനിമം സബ്സ്ക്രൈബേഴ്സും ഉണ്ടെങ്കിൽ, അതും 12 മാസത്തിനുള്ളിൽ വന്നാൽ മാത്രമേ നമുക്ക് യൂട്യൂബിന്റെ ഗൂഗിൾ ആഡ്സെൻസിന്റെ മോണിറ്റൈസേഷൻ കിട്ടത്തുള്ളൂ. സാധാരണഗതിയിൽ ഒരു മീഡിയ ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ എക്സ്ട്രാ ടാലന്റുകളോ ഇല്ലാത്ത ഒരു സാധാരണ വ്യക്തിക്ക് യൂട്യൂബ് ചാനലിൽ 4,000 വാച്ച് അവറും അതുപോലെ തന്നെ 1,000 സബ്സ്ക്രൈബേഴ്സും എന്നുള്ളത് വലിയൊരു കടമ്പയാണെന്ന് പറയാൻ സാധിക്കും. ഞാൻ അത് കടമ്പ കടക്കാൻ എനിക്ക് ഏതാണ്ട് 6 മാസത്തോളം എനിക്ക് എടുക്കേണ്ടി വന്നു ഈ കടമ്പ കടക്കാൻ, മോണിറ്റൈസേഷൻ കിട്ടാൻ. ചിലവർക്ക് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് തന്നെ ചിലവർക്ക് ഈ മോണിറ്റൈസേഷൻ ലഭിക്കാറുണ്ട്. ചിലർക്ക് വർഷങ്ങൾ എടുത്താലും ഈ 4,000 വാച്ച് അവറും അതുപോലെ 1,000 സബ്സ്ക്രൈബേഴ്സും ലഭിക്കണമെന്നില്ല. പ്രധാനമായിട്ടും യൂട്യൂബ് വീഡിയോസും അതുപോലെ യൂട്യൂബ് ഷോർട്സിൽ നിന്നും ഇന്ന് വരുമാനം ലഭിക്കുന്നുണ്ട്.
യൂട്യൂബ് ഷോർട്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ നിരവധി പേര് ഇന്ന് ഷോർട്സുകൾ അപ്ലോഡ് ചെയ്യാറുണ്ട്, പ്രത്യേകിച്ചും ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. എന്നാൽ ഈ യൂട്യൂബ് ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നമ്മൾ പരിശോധിച്ച് അവരുടെ യൂട്യൂബ് ചാനൽ സന്ദർശിച്ചാൽ നമുക്ക് അറിയാൻ സാധിക്കും അവർക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുതലായിരിക്കും, അതുപോലെ വ്യൂസും കൂടുതലായിരിക്കും. പക്ഷെ അവർക്ക് റവന്യൂ വളരെയധികം കുറവായിരിക്കും. കാരണം അത് കണ്ടന്റ് അത്ര നല്ലതായിരിക്കത്തില്ല. കാരണം കുട്ടികൾക്ക് വേണ്ടി മാത്രമായിരിക്കാം, അല്ലെങ്കിൽ ഈ ചെറിയ ചെറിയ കണ്ടന്റുകളാണ് ഇവർ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നത്. വെറും 1 മിനിറ്റ് താഴെയുള്ള കണ്ടന്റുകൾ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അതിന് പൊതുവെ റവന്യൂ കുറവാണെന്ന് തന്നെ പറയാം. എന്നാൽ ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് ഒക്കെ ഉള്ള അതാർക്കുള്ള വീഡിയോസ് ഇടുമ്പോഴാണ് സാധാരണഗതിയിൽ റവന്യൂ കൂടുതൽ കിട്ടുന്നത്. അതും നിങ്ങളുടെ കണ്ടന്റ് എന്തുമാത്രം വാച്ച് ടൈമിൽ ലഭിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് യൂട്യൂബ് നമുക്ക് അഡ്വർടൈസ്മെന്റ് തരുന്നതും അതുപോലെ തന്നെ നമുക്ക് റവന്യൂ നൽകുന്നത്. ഒരു നല്ല യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടി നമുക്ക് അത്ര പ്രറ്റി ഫേസോ അല്ലെങ്കിൽ നമുക്ക് അത്ര എക്സ്ട്രാ ടാലന്റഡ് ഒന്നും ആയിരിക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു സ്കിൽഫുൾ ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റും അതുപോലെ തന്നെ നമുക്ക് എന്തും ചെയ്യാനുള്ള ഒരു പെർഫോമൻസ് എബിലിറ്റി ഉണ്ടായാൽ മാത്രം മതി നമുക്ക് നല്ലൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുവാൻ സാധിച്ച് നല്ലൊരു വരുമാനം നേടാം. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന കണ്ടന്റ് അനുസരിച്ചാണ് നിങ്ങൾക്ക് വരുമാനം ലഭിക്കുന്നത്.